നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട KSRTC ബസ് സ്റ്റാൻഡിലെ ബസ് ബേ കം ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ സമർപ്പണവും ഫെബ്രുവരി 17-ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 കോടി രൂപ വിനിയോഗിച്ചാണ് ബസ് ബേ കം ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കുവാൻ കഴിഞ്ഞതായും ബാംഗ്ലൂർ AC സർവീസ്, കോയമ്പത്തൂർ സർവീസ് എന്നീ അന്തർ സംസ്ഥാന സർവീസുകൾ ജനോപകാരപ്രദമായ നിലയിൽ ലാഭകരമായി പ്രവർത്തിച്ചു വരുന്നതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. പൊതുഗതാഗത സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആ മേഖലയിലെ വികസനത്തിൽ മറ്റൊരു നാഴികക്കല്ലായി ഇരിങ്ങാലക്കുട ബസ് ബേ കം ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അതോടൊപ്പം ഇരിങ്ങാലക്കുടയുടെ സ്വന്തം KSRTC ഡ്രൈവിംഗ് സ്കൂൾ നാടിനെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുകയാണ് നമ്മുടെ KSRTC സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഈ വരുന്ന 17-ാം തീയതി ഫെബ്രുവരി 17-ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഇരിങ്ങാലക്കുട KSRTC ഓപ്പറേറ്റിംഗ് സെൻറ്ററിൽ വച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ ബസ് ബേ കം ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. നമ്മുടെ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിക്കും. 3 കോടി രൂപ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ച പദ്ധതി പ്രകാരമാണ് അനുവദിച്ചിട്ടുള്ളത്. MLA എന്നുള്ള നിലയ്ക്കുള്ള പ്രത്യേക അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളുടെ കൂട്ടത്തിൽ ഈ പ്രപ്പോസൽ അംഗീകരിച്ചത്. ബസ് ബേ കം ഓഡിറ്റോറിയം 3 കോടി രൂപ വിനിയോഗിച്ചാണ് പണിയുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്നതിന് KSRTC ബസ്സുകൾ അനുവദിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ഇരിങ്ങാലക്കുട മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം നിരവധി ജീവനുകളാണ് റോഡിൽ നഷ്ടപ്പെടുന്നത്. മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഓർഡിനറി ബസ്സുകളോടൊപ്പം രാവിലെയും വൈകിട്ടും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഈ റൂട്ടിൽ നിശ്ചിത ഇടങ്ങളിൽ പഞ്ചിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് കർശന പരിശോധനകൾ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. SNS ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന വൈസ് ചെയർമാൻ R രമേശ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് EG റാണി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി PB മനോജ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ പ്രസിഡന്റ് P ധനുഷ് സംഘടനാ റിപ്പോർട്ടും, മേഖലാ ട്രഷറർ MA സജി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R ഹരീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി VJ മെർലി, സംസ്ഥാന കമ്മിറ്റി അംഗം AM നൌഷാദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK സുഷീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TG സുബിൻ, സംസ്ഥാന കൗൺസിൽ അംഗം MK ഉണ്ണി, G കണ്ണൻ, US ശരത് കാന്ത്, PC സംഗീത, PC സവിത എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി കണ്ണൻ പ്രസിഡന്റ്, US ശരത് കാന്ത്, PC സംഗീത വൈസ് പ്രസിഡന്റുമാർ, PB മനോജ് കുമാർ സെക്രട്ടറി, PC സവിത, PV ആൻവിൻ ജോയിന്റ് സെക്രട്ടറിമാർ, EA ആശ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 22 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുന്നു. 22 ലക്ഷം, ഒന്നല്ല രണ്ടല്ല. കേരളത്തിൽ അന്നുണ്ടായിരുന്ന പോപ്പുലേഷൻ എടുത്താൽ, ജനസംഖ്യ എടുത്താൽ, ആ ജനസംഖ്യയുടെ ഏതാണ്ട് 25% വരുന്ന ആളുകൾ ഭൂരഹിതരായി നടക്കാൻ പാടില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ചരിത്രപരമായ ഉത്തരവാണത്. ആ ഉത്തരവ് നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് ഞാനും നിങ്ങളും റവന്യൂ വകുപ്പിൽ നിന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകമായി മറന്നു പോകാതിരിക്കണം. നിന്ന നിപ്പിൽ ആ വകുപ്പ് 8000 ആളുകൾ ഉണ്ടായിരുന്ന വകുപ്പ് നിന്ന നിപ്പിൽ 20,000 ആളുകളായി മാറുന്ന തരത്തിലേക്ക് ആ വകുപ്പിന് വളർച്ച ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണം സാധാരണ മനുഷ്യർ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ ഇപ്പൊ പട്ടയം കൊടുക്കണമെന്നൊക്കെ നമ്മളോട് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ ജോലിയുടെ ഭാഗമല്ലെന്നും നമ്മൾ അതിൽ നിന്നും വേണ്ടിയുള്ള ആളുകളല്ലെന്നൊന്നും ധരിച്ചു പോകരുത്. സാധാരണ മനുഷ്യൻ, നിസ്വരായ മനുഷ്യർ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവർ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ,
ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ, വീടില്ലാത്തവർ, അത്തരം ആളുകളെ സംരക്ഷിക്കപ്പെടുന്നതിന് ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ. സംരക്ഷിക്കണം. അവർക്ക് കൊടുക്കാൻ വേണ്ടി എന്തും ചെയ്യണം. എന്തും ചെയ്യണമെന്ന് പറഞ്ഞാൽ നിയമപരമായി നടക്കുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കണം. അക്കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഇന്റൻഷനിൽ ചെയ്യുന്ന കാര്യത്തിന് ഒരു കുഴപ്പവും വരില്ല, ഒരു സംശയം വേണ്ട. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് കേരള NGO യൂണിയൻ ഇരിങ്ങാലക്കുട ഏരിയ 63ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AM സുഷമ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സിജോ AC അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി MS ചിക്കു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സഞ്ജുകുമാർ VB വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഭാരവാഹികളായി AC സിജോ പ്രസിഡന്റ്, MS ചിക്കു സെക്രട്ടറി, VB സഞ്ജുകുമാർ ട്രഷറർ, ST ഷീജ, AB ശ്രീനിത വൈസ് പ്രസിഡന്റുമാർ, ബിനോജ് MS, CX ഡെന്നി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. പെൻഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏപ്രിൽ 1 മുതൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ശമ്പള പരിഷ്കരണം BJP ആയാലും UDF കക്ഷികളായാലും 10 വർഷം കൂടുമ്പോൾ നടപ്പിലാക്കിയെന്ന് പറയുന്ന ആളുകളാണ്. കേന്ദ്ര സർവീസിൽ അങ്ങനെ നടപ്പിലാക്കുന്നുള്ളൂ. എന്നിട്ട് പോലും ഇവിടെ അയ്യഞ്ചാണ്ട് ശമ്പള പരിഷ്കരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യം, ആ നയം പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും ഒരു ഇതുമില്ലാതെ അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ HBA കഴിഞ്ഞ 8 വർഷമായിട്ടില്ലാതെ HBA അതും ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും, ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ്. വീട്ടമ്മമാർക്കുള്ള ധനസഹായം ഉൾപ്പെടെ, തൊഴിലന്വേഷകർക്കുള്ള ധനസഹായം ഉൾപ്പെടെ, പാചക തൊഴിലാളികൾക്കായാലും, സാക്ഷരതാ പ്രേരകന്മാർക്കായാലും, ലൈബ്രറിയർമാർക്കായാലും, ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ജീവനക്കാരെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ബഡ്ജറ്റായിരുന്നു കേരളത്തിലെ സർക്കാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇരിങ്ങാലക്കുട നഗരസഭയുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ കൊരുമ്പശ്ശേരി കുട്ടാടൻ കർഷക സമിതി സംഘടിപ്പിച്ച തരിശ് നെൽകൃഷി കൊയ്ത്തുത്സവവും മുതിർന്ന കർഷകനെ ആദരിക്കലും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി, മുനിസിപ്പൽ കൗൺസിലർ ആര്യ സുമേഷ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ, ഉണ്ണി MK, അമ്പിളി ജയൻ, ബിനേഷ് തൈവളപ്പിൽ, TK ഭാസ്കരൻ എന്നിവർ ആശംസകൾ നേർന്നു. കർഷക സമിതി പ്രസിഡന്റ് ജോഷി MR സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് വിജയകുമാർ PS നന്ദിയും പറഞ്ഞു. കൃഷി ഇറക്കിക്കൊണ്ട് നമ്മുടെ നെല്ലുൽപാദനം, ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സജീവമായ പദ്ധതികൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും എല്ലാം ചേർന്ന് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് വലിയ ഉണർവ് ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലുണ്ട്. പൂമംഗലം പഞ്ചായത്ത്, പടിയൂർ പഞ്ചായത്ത്, കാറളം പഞ്ചായത്ത്, നമ്മുടെ ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും പഴയ മുനിസിപ്പൽ പ്രദേശത്തോട് കൂട്ടിച്ചേർത്ത പൊറത്തിശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ ഗ്രാമീണ മേഖലകളും കാർഷിക മേഖലകളാണ്. ഒട്ടേറെ കർഷക കുടുംബങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവയായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട്. ഇരിങ്ങാലക്കുടയുടെ ഈ കാർഷിക പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉൽപാദന മേഖലയായ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുക്കണം എന്ന് കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ മണ്ഡലത്തിന്റെ തനത് കാർഷിക വികസന പദ്ധതിയാണ് പച്ചക്കുട സമഗ്ര കാർഷിക വികസന പദ്ധതി. നമ്മുടെ കൃഷി ഓഫീസർമാരുടെയും കർഷക സുഹൃത്തുക്കളുടെയും എല്ലാം സഹായത്തോടു കൂടി അതിനുവേണ്ടി കൃത്യമായ പദ്ധതികൾ ഉണ്ടാക്കി പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെയുള്ള മൂർത്ത നിർദ്ദേശങ്ങളായി നമ്മൾ സമർപ്പിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് പടിയൂർ പൂമംഗലം പടവ് കമ്മിറ്റിക്ക് 3 കോടി രൂപയും വെള്ളാനി പുളിയമ്പാടം കർഷക കൂട്ടായ്മയ്ക്ക് 3 കോടി രൂപയും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനായിട്ട് പദ്ധതിയായി നമുക്ക് നൽകാൻ സാധിക്കും. കിഴുത്താണി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കിഴുത്താണി സാഹിത്യ സമ്മേളനത്തിന്റെ 87ാം വാർഷികാഘോഷ പരിപാടികൾ കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KN സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ കിഴുത്താണി, രേഖ CG, ശോഭ G, വേണുഗോപാൽ എടതിരിഞ്ഞി, കാട്ടൂർ രാമചന്ദ്രൻ, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി, രാധാകൃഷ്ണൻ വെട്ടത്ത്, വായനശാല സെക്രട്ടറി T. പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. കിഴുത്താണി ഗ്രാമീണ വായനശാലയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1939 ജനുവരി 21 കിഴുത്താണിയിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു സാഹിത്യ സമ്മേളനം നടന്നതിനെ കുറിച്ചുള്ള ചരിത്രരേഖകൾ SK പൊറ്റക്കാട്ട് പങ്കുവയ്ക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാലഘട്ടമാണ്. ഒരു 1935 ഫ്രാൻസിലെ പാരീസിൽ ലോകമെമ്പാടുമുള്ള എഴുത്തുകാർ ഒരുമിച്ച് ചേർന്ന് പുരോഗമന എഴുത്തുകാരുടെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അതിന് തൊട്ടടുത്ത വർഷം ഇന്ത്യയില് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് യൂണിയൻ എന്ന പേരിൽ ഇത്തരത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന എഴുത്തുകാരുടെ ഒരു സംഘം ഉണ്ടാവുകയുണ്ടായി. ജന്മദിനം ആഘോഷിക്കുന്ന രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ രൂപതാ മന്ദിരത്തിലെത്തി ജന്മദിനാശംസകൾ നേർന്നു. ഈ രൂപതയുടെ പൊതുവായ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പിതാവ് എന്നതിനെ പോലെ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ എല്ലാ ജാതി മതസ്ഥരുടെയും ഇടയിൽ സ്നേഹവും സന്തോഷവും നൽകുന്നതിന് വേണ്ടിയും പിതാവ് അക്ഷീണമായി പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ എന്ന് പറയുന്നതിൽ എനിക്കേറെ അഭിമാനവും സന്തോഷമുണ്ട്. ജന്മദിനം ആഘോഷിക്കുന്ന രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന് മൈഗ്രൻസ് മിഷൻ രൂപതാ പ്രസിഡന്റ് ഷാജു വാലപ്പന്റെ നേതൃത്വത്തിൽ രൂപതാ മന്ദിരത്തിലെത്തി ജന്മദിനാശംസകൾ നേർന്നു. ചടങ്ങിൽ സൗജന്യ ഡയാലിസിസ് കിറ്റുകൾക്കുള്ള തുക കൈമാറി. മേഖലാ പ്രസിഡന്റ് ജോസ് മാമ്പിള്ളി, വിജു TT, സന്ധ്യ സെബി, വർഗീസ് പന്തലൂക്കാരൻ എന്നിവർ ആശംസകൾ നേർന്നു. ലെജിൻ പോൾ, ജൂലി വർഗീസ്, ലിൻസി ഷാജു, വിൻസെന്റ് കൊച്ചാപ്പു എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ പിതാവിൻ്റെ ജന്മദിനമാണ്. എല്ലാവിധ ജന്മദിനാശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ കൂടുതൽ നാളുകൾ നമ്മളെ ഈ മൈഗ്രൻസ് മിഷനെയും അതുപോലെ തന്നെ നമ്മുടെ സഭയെയും മുന്നോട്ട് നയിക്കാനായിട്ട് പ്രാർത്ഥനാരോഗ്യവും പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ മംഗളങ്ങൾ നമ്മുടെ രൂപതയിലെ മൈഗ്രൻസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ ആശംസിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. മൈഗ്രൻസ് മിഷന് വലിയൊരു ദൗത്യം നിറവേറ്റാനുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നുള്ള പ്രവാസികൾ അവരുടെ ജീവിതത്തിൽ അവരെ കൂടുതൽ പിന്തുണയ്ക്കാനും അവരുടെ സന്തോഷങ്ങളിൽ അവരോടൊപ്പം സന്തോഷിക്കാനും അവരുടെ പ്രതിസന്ധികളിൽ അവരെ താങ്ങായിട്ടും തണലായിട്ടും നിൽക്കുവാനും ഈ മൈഗ്രൻസ് കമ്മീഷൻ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം സ്വീകരിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് ഇനിയും പോകട്ടെ എന്നാണ് നേരുക. അതോടൊപ്പം തന്നെ നമ്മുടെ യുവതിയുവാക്കൾ പലരും വിവിധ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ പോകുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതമായിട്ട് പഠിക്കാനോ ജോലി പ്രവേശിക്കാനോ ഒക്കെ ആകുമ്പോൾ ആ സുരക്ഷിതത്വം അവർക്ക് ഉറപ്പുവരുത്താൻ ഈ മൈഗ്രൻസ് കമ്മീഷനിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിയും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.